അനധികൃത കുടിയേറ്റം രാജ്യത്തിന് വലിയ ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് സഹിക്കാൻ കഴിയുകയെന്നും കുടിയേറ്റക്കാർ കൊണ്ടുവരുന്ന അപകടങ്ങളെയും നാം കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഭാരതീയ വിചാരകേന്ദ്രം സംഘടിപ്പിച്ച 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. Look at the number. Look at the danger they bring to this country. Everyone in this country is fired with the zeal of nationalism. These people come, make demand on our employment, on our health, on our education sectors, and then become a factor in electoral politics. It is very urgent. This has to be addressed. We are cliff-hanging. We must generate awareness. Mindset of the people must be activated. Every Bharatiya must be steered to face this challenge. Unchecked flow is threatening our culture also. I would urge we must courageously thwart these demographic dislocations. I have indicated 3. തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കുന്ന ശക്തിയായി അനധികൃത കുടിയേറ്റക്കാർ. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കും അനധികൃത കുടിയേറ്റം ഭീഷണിയാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. പ്രലോഭനങ്ങൾ കാണിച്ചുള്ള മതപരിവർത്തനത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സുതാര്യതയും സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗവും മൂലം രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കപ്പെട്ടു. ഇന്ത്യയുടെ വികസനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഏകീകൃതവുമാണ്. യുവത്വമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് ഉപരാഷ്ട്രപതി പ്രഭാഷണം നടത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും പരിപാടിയിൽ സംബന്ധിച്ചു. വികസിത ഭാരതം ഇന്ന് ഒരു വെറും സ്വപ്നമല്ലെന്ന് ഉപരാഷ്ട്രപതി. നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ശ്രദ്ധേയമായ രീതിയിൽ മഹാകുംഭമേള സംഘടിപ്പിച്ചതിനെയും ഉപരാഷ്ട്രപതി പ്രകീർത്തിച്ചു. കുംഭമേളയ്ക്കായുള്ള തയ്യാറെടുപ്പുകളെയും എങ്ങനെയാണ് ഇത്രയും വലിയ തിരക്ക് കൈകാര്യം ചെയ്തതെന്നും ലോകം ആശ്ചര്യത്തോടെയാണ് കണ്ടത്. കുംഭമേളയുടെ മഹാവിജയം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Had footprint at Mahakumbh, the holy Mahakumbh, more than twice the population of US. Imagine the size and scale of it. And look at the exemplary management, quick response, facilities, everything for us to take pride. The world has not seen such organized handling of a situation at this mega scale. Nowhere on the planet this has been seen. Nowhere there has been congregation of humanity in that number on a daily basis. അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ 2 ഇരട്ടി ജനങ്ങളാണ് കുംഭമേളയ്ക്ക് എത്തിയത് എന്നതും ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാട്ടി.